ഹലോ സ്റ്റുഡൻസ്, നമ്മൾ MEC 110 അല്ലെ, മണി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഇതില് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 7 ബ്ലോക്കുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മളൊരു ഈ സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് മൊത്തമായിട്ട് ഈ സബ്ജക്റ്റിൽ വേണ്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിലെ 3 യൂണിറ്റുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇക്കണോമിക് ഏജൻസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പം ഈ യൂണിറ്റിൽ നമ്മൾ ജസ്റ്റ് എന്താണ് എല്ലാത്തിന്റെ ഒരു ബേസിക്സ്, അതായത് ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒക്കെ ഒരു ബേസിക്സ്, അതായത് ഇപ്പൊ ചില ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്. അതായത് ഈ സബ്ജക്റ്റിൽ നമ്മൾ ഇനിയുള്ള ചാപ്റ്ററുകളിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ബേസിക് നോളേജ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതില് എന്താണ് നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കാൻ പോകുന്നത് എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ നേച്ചർ, അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഫിനാൻഷ്യൽ സർവീസ്, ഇതൊക്കെ എന്താണെന്നുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ പിന്നീടുള്ള ചാപ്റ്ററുകളിൽ നടത്തും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, അതിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഫങ്ഷൻസും അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസും എന്താണെന്നും, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്, അതായത് ഈ സബ്ജക്റ്റിന്റെ പേര് തന്നെ മണി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്സ് എന്നാണ് അല്ലെ. അപ്പം ഈ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്കറ്റ്സും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ എന്തിനാണ് നിലനിൽക്കുന്നത്, അതെങ്ങനെയാണ് എക്കണോമിയെ എഫക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നത്, അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്, അതായത് ഒരു എക്കണോമിയിൽ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ കിട്ടും. അതായത് ഇതിന്റെ ഒക്കെ ഒരു ഔട്ട്ലൈൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് അതായത് അതൊരു കോംപ്ലക്സ് ഒരു സിസ്റ്റമാണ്. ഒരു കോംപ്ലക്സ് സിസ്റ്റത്തില് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ മാർക്കറ്റും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഫിനാൻഷ്യൽ സർവീസസും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തുണ്ട്, എക്കണോമിക് ഏജൻസ് ഉണ്ട്. ഈ ഏജൻസ് വഴിയാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതായത് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടക്കുന്നത് ഈ ഏജൻസ് വഴിയാണ്. ഏജൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം, ഗവൺമെന്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഈ എക്കണോമിക് ഏജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്കണോമിക് ഏജൻസ് എന്ത് ചെയ്യാണ്, മാർക്കറ്റില് ഇന്ററാക്ട് ചെയ്യാണ് ഈ ബയേഴ്സും സെല്ലേഴ്സും. ചില സമയത്ത് ഹൗസ് ഹോൾഡ് ബയേഴ്സ് ആയിരിക്കാം, ഫേം ലെൻഡേഴ്സ് ആയിരിക്കാം, അല്ലെ, ബയേഴ്സ് സെല്ലേഴ്സ്, അങ്ങനെ എന്താണ് ഈ ബയേഴ്സും സെല്ലേഴ്സും ഇന്ററാക്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വെച്ചിട്ടാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റില് ഈ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാകാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറീസ് വഴിയാകാം, മറ്റ് ഇന്റർമീഡിയറീസ് വഴിയാകാം അവരെന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ്, അവര് ട്രേഡ് നടത്തുകയാണ് അല്ലെ. അവർക്ക് എന്താണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു ഫിനാൻഷ്യൽ ട്രേഡ് അവർ, അല്ലെങ്കിൽ എക്കണോമിക് ട്രാൻസാക്ഷൻ അവർ എന്ത് ചെയ്യാണ്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് വഴി നടത്തുകയാണ്. സോ അതെന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, മണി ഫ്ലോയിനെ, അതുപോലെ തന്നെ ക്രെഡിറ്റിനെ, ഇൻവെസ്റ്റ്മെന്റിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇത് കേട്ടോ. അപ്പൊ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റില് എക്കണോമിക് ഏജൻസിന് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് അല്ലെ. ഈ എക്കണോമിക് ഏജൻസ് വഴിയാണ് ഈ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തില് ഓരോ ഫംഗ്ഷനിങ്ങും നടക്കുന്നത് ഈ എക്കണോമിക് ഏജൻസ് വഴിയാണ്. അപ്പൊ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ചില ആളുകള് മണി സേവ് ചെയ്യും അല്ലെ, ചില ആളുകൾ എന്ത് ചെയ്യും, മണി ബോറോ ചെയ്യും. അപ്പൊ സേവ് ചെയ്യുന്നത് എന്തായിരിക്കും, ബാങ്കുകളിലോ ബോണ്ടുകളിലോ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റുകളിലോ ഒക്കെ ആയിരിക്കും ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അതും എക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്.
ദെൻ അടുത്തത് എന്താണ്, ചില ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, ബോറോ ചെയ്യും അവരുടെ ബിസിനസിന് വേണ്ടിയിട്ടോ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടോ അവർക്കൊരു കാറ് വാങ്ങാനോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ഒക്കെ വേണ്ടി അവർ ബോറോ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ രണ്ടും നടക്കുന്നുണ്ട് അല്ലെ, ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നുണ്ട്. സോ ഹൗസ് ഹോൾഡിന് എന്തുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ദെൻ അടുത്തത് ഫേമുകളാണ്. ഫേമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ബോറോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ട് നിലനിൽക്കുന്നത് ആരാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദെൻ ഗവൺമെന്റ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയൊരു റോൾ ഉണ്ട്. ഒരു ഏജന്റ് ആയിട്ടാണ് ഗവൺമെന്റ് നിലനിൽക്കുന്നത്. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഇറ്റ്സെൽഫ് ബൈയിങ് സെല്ലിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഓരോ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നതിലും ഈ ഗവൺമെന്റിന് ഒരു റോൾ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്ര മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് ഫിനാൻഷ്യൽ ഏജൻസ് എന്ന, ഈ എക്കണോമിക് ഏജൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന എന്താണ്, ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് ആര് നിലനിൽക്കുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നത്. അതായത് പണം ആവശ്യമുള്ള ആളുകൾക്ക് പണം ഒരുപാട് കയ്യിൽ സേവ് ചെയ്തിട്ടുള്ള ആളുകളെടുത്തുനിന്ന് പണം ഈ ആവശ്യമുള്ള ആളുകളെ, നീഡി ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇന്റർമീഡിയറി ആണ് ആര്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന, അതായത് ഫിനാൻഷ്യൽ എക്കണോമിക് ഏജൻസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ മാർക്കറ്റും അതുപോലെ തന്നെ അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും, അതായത് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണോ ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സിസ്റ്റത്തിന് ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ് അല്ലെ. പക്ഷെ ആ കോംപ്ലക്സ് ആണെങ്കിൽ പോലും അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ കമ്പോണൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അതൊരു സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് ആണ്. സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് സർവീസസ്. ഈ എല്ലാത്തിന്റെയും, സർവീസസിന്റെയും ഇൻസ്ട്രുമെന്റ്സിന്റെയും മാർക്കറ്റ്സിന്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം ഒരു സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് ആണ് എന്ത്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന എന്താണ്, അതായത് ഫണ്ട്സിന്റെ അലോക്കേഷനും അതുപോലെ തന്നെ ട്രാൻസ്ഫറും, അതായത് എക്കണോമിക് ട്രാൻസാക്ഷനും എക്കണോമിക് എന്താണ് മണി അലോക്കേഷനും എഫിഷ്യന്റ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്, ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്നത്. അത് ആര് വഴിയാണ്, ത്രൂ ഇക്കണോമിക് ഏജൻസ്. എക്കണോമിക് ഏജൻസ് വഴി ട്രാൻസ്ഫർ ഓഫ് ഫണ്ടും അതുപോലെ അലോക്കേഷൻ ഓഫ് ഫണ്ടും എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നുണ്ട് എവിടെ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ. സോ ഒരു അതായത് എക്കണോമിക് ഗ്രോത്തിനും അതായത് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഇത് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്, അതൊരു സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്താണ്, അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെ, ഇപ്പൊ ബാങ്കുകൾക്കാണെങ്കിലും അവരുടെ ഒരു എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മാർഗരേഖകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, സ്മൂത്ത് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ആണ് നടക്കുക. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യും, ഇപ്പൊ സ്മൂത്ത് ആയിട്ട് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ അത് എന്തിനു ഹെൽപ്പ് ചെയ്യും, എക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അവിടെ ഒരു ലൂപ്പ് ഹോൾ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് ആർക്ക് കൊടുക്കണം, നീഡി ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ബാങ്ക് എന്ത് ചെയ്യുള്ളൂ, ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇനി ഇൻ കേസ് ലോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതായത് ഈ ലോൺ കൃത്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടോ, അതിന്റെ തിരിച്ചടവുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്ത് നടക്കില്ല, ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. അതേപോലെ തന്നെ മണി ഫ്ലോയ്ക്ക് കൃത്യമായ രേഖകൾ ഉണ്ടാകും. ഈ ബ്ലാക്ക് മണി ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ആകുമ്പോൾ. അതിനും ഹെൽപ്പ് ചെയ്യുന്നത് എവിടെയാണ്, എന്താണ് ഈ ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്തൊക്കെയാണ്, ഇപ്പോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ദാറ്റ് മാനേജ് ഫണ്ട് അല്ലെ. ഫണ്ട് മാനേജ് ചെയ്യുന്നത് എന്താണ്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഇന്റർമീഡിയറി ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള അല്ലെങ്കിൽ ട്രേഡേഴ്സ് തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ടും
ആര് ആക്ട് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് എന്നാണ് കേട്ടോ. ഇതോ അടുത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് മറ്റൊരു കമ്പോണന്റ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ്. അതായത് ഈ ഏജൻസിന് അല്ലെങ്കിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന് ട്രേഡ് നടത്താനുള്ള ഈ ഫിനാൻഷ്യൽ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് നിലനിൽക്കുന്നത്. അപ്പൊ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പല മാർക്കറ്റുകളുണ്ട്. മണി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള യൂണിറ്റുകളിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദെൻ അടുത്ത ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൂളുകളാണ്. അതായത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റില് ഈ ഏജൻസ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കറൻസിയുടെ രൂപത്തിലാവാം, ഡെറിവേറ്റീവ്സിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ കമോഡിറ്റീസിന്റെ രൂപത്തിലാവാം, അതുപോലെ സ്റ്റോക്ക്, ബോണ്ട്, അങ്ങനെയുള്ള പല രൂപത്തിലും എന്ത് ചെയ്യാം? ഈ ട്രേഡേഴ്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താം. ഈ സംഭവങ്ങളെയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടൂൾസ് എന്ന് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയാം. അങ്ങനെയുള്ള ടൂളുകളെ. ദെൻ അടുത്ത ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അതായത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റും അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മറ്റൊരു കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ സർവീസസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിനുള്ള സർവീസ് ഉണ്ട്, ക്രെഡിറ്റ് ഫെസിലിറ്റിക്കുള്ള സർവീസസ് ഉണ്ട്, അഡ്വൈസറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. ആ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ്. ഇതെല്ലാം നടക്കുന്നത് ആര് വഴിയാണ്? ഈ എക്കണോമിക് ഏജൻസ് വഴിയാണ്. ഹൗസ് ഹോൾഡ്, ഫേം, അങ്ങനെയുള്ള ഗവൺമെന്റ്, അങ്ങനെയുള്ള ഏജൻസ് വഴിയാണ് ഇവിടുത്തെ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അടുത്ത ഇനി നമ്മൾ ഇതിന് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് എന്താണെന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഒരു എന്താ പറയാ ഔട്ട്ലൈൻ മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ഒറ്റ നോട്ടത്തിൽ എന്താണ് ഈ സംഭവങ്ങളൊക്കെ എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? അതായത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, കമ്പോണന്റ് ആണ് ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഓർഗനൈസേഷൻ ആണ് അല്ലെ? അതായത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? അത് സേവിങ് മാനേജ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് ആവശ്യക്കാർക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ ഓഫർ ചെയ്യുന്നു. എങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മെയിനായിട്ടും ചെയ്യുന്നത് സേവിങ് മൊബിലൈസേഷനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റേഷനും ആണ് മെയിനായിട്ടും അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ടൈപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ അല്ലെ, അതായത് അവിടെ എന്ത് ചെയ്യും? ബാങ്കുകൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കും, അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ലോണ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ബാങ്കിങ് അവിടെ എന്തില്ല? സേവിങ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നില്ല, പകരം എന്താണ് അവിടെ ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും ഒക്കെയാണ് നടക്കുന്നത്. അങ്ങനെയുള്ളതിനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ എന്താണ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെയും നടക്കുന്ന എന്താണ് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ദെൻ ഇന്റർമീഡിയറീസ് ആണ് മറ്റൊന്ന്. അതായത് ബോറോവേഴ്സിനെയും ബയേഴ്സിനെയും കൂടി സേവേഴ്സിനെയും ബോറോവേഴ്സിനെയും ഇന്റർകണക്ട് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അതായത് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്താണ് ഇന്റർമീഡിയറീസ് ആണ്. then അടുത്തത് നോൺ ഇന്റർമീഡിയറീസ് ആണ്. ഈ നോൺ ഇന്റർമീഡിയറീസ് എന്താണ്? അവര് ഡയറക്റ്റ് എന്ത് ചെയ്യാണ്? ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേയ്മെന്റ് സർവീസസും ആണ് അവിടെ നടക്കുന്നത്. മെയിൻ ആയിട്ടും എന്താണ് ഡെപ്പോസിറ്റുകളാണ് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഈ നാഷണൽ മണി സപ്ലൈന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഡെപ്പോസിറ്റുകളാണ്. ഈ മണി ഫ്ലോയിൽ മെയിൻ ആയിട്ടും ഉള്ളത് എന്താണ്? ഈ ഡെപ്പോസിറ്റുകളാണ്, ബാങ്കിങ്ങിലെ ഡെപ്പോസിറ്റുകളാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡെപ്പോസിറ്റ് ക്രിയേഷൻ വഴി ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കും. സോ അതുകൊണ്ട് തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് ക്രിയേറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്നാണ്. ദെൻ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പേയ്മെന്റ് സർവീസസ് അവരെന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മണി ക്രിയേറ്റ് ചെയ്യുന്നില്ല. പകരം അവർ ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഷുറൻസ്, അസറ്റ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അവർ അറിയപ്പെടുന്നത് എന്താണ്, പ്രൊവൈഡേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എന്തില്ല, എന്താണ് സേവിംഗ് മൊബിലൈസേഷൻ നടക്കുന്നില്ല, പകരം മറ്റ് ഉള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ്, മറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ആണ് കൊടുക്കുന്നത്. സെയിം ഈ ഇൻഷുറൻസ് ഒക്കെ ചില ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവെസ്റ്റ്മെന്റും അസറ്റ് മാനേജ്മെന്റും മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ചില ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഇന്റർമീഡിയറീസും നോൺ ഇന്റർമീഡിയറീസും ആണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, സേവേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഘടകമാണെന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെ ഈ ലിങ്ക് ചെയ്യുന്ന ഘടകം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ്, ഇന്റർമീഡിയറീസ് ആണ്. അതുപോലെ തന്നെ ചില നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ്, ഇന്റർമീഡിയറീസ് ആണ്. അതായത് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ എന്താണ്, ഇന്റർമീഡിയറീസ് ആണ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്റർമീഡിയറീസ് ആണ് കേട്ടോ. അപ്പൊ ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലെ ഇന്റർമീഡിയറീസിന്റെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബോറോവേഴ്സ് ആണ്. കാരണം ബോറോവേഴ്സ് അവര് ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരു ലോണ് ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ ആ ലോണിന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് തിരിച്ചടക്കുന്നുണ്ട് അല്ലെ. ആ ഇൻട്രസ്റ്റ് ആണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അസറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പല ആളുകളും ബാങ്കിൽ കൊണ്ടുപോയിട്ട് മണി സേവ് ചെയ്യും അല്ലെ. അത് സേവ് ചെയ്യുമ്പോൾ അതിന് ബാങ്ക് എന്ത് ചെയ്യണം, തിരിച്ച് റിട്ടേൺ ആയിട്ട് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം അവർക്ക് ലയബിലിറ്റി ആരോടാണുള്ളത്, സേവേഴ്സിനോടാണുള്ളത്. അപ്പം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഇന്റർമീഡിയറീസിന് എന്തായിരിക്കും, ലയബിലിറ്റി ഉള്ളത് സേവേഴ്സിനോടും അവരുടെ അസറ്റ് വരുന്നത് ബോറോവേഴ്സിന്റെ അടുത്തുനിന്നുമാണ്. ഇത്ര മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ആണ് ഏത്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ ഇന്റർമീഡിയറീസ്. ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോൾ ഏത് രണ്ടും ഉൾപ്പെടും, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉൾപ്പെടും, ചില നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉൾപ്പെടും. അതായത് ഇന്റർമീഡിയറി എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഏജൻസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം മാത്രം. ഓക്കെ, ഒരു എന്താണ് ലിങ്ക് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. നോൺ ഇന്റർമീഡിയറീസ് എന്ത് ചെയ്യുന്നുണ്ട്, മണി ലെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യില്ല, സേവിങ് മൊബിലൈസ് ചെയ്യില്ല. അവർക്ക് ഇന്റർമീഡിയറി അല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി അടുത്തത്, അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അതൊരു പ്ലാറ്റ്ഫോം ആണ് അല്ലെ. അതായത് ഈ ഫിനാൻഷ്യൽ ഏജൻസിന് അവരുടെ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ഇപ്പൊ ബയേഴ്സും സെല്ലേഴ്സും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫിനാൻഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് എന്താണ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് വഴിയാണ്. സപ്ലൈ ഡിമാൻഡിന്റെ ഇന്ററാക്ഷൻ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ ഇന്ററാക്ഷൻ ത്രൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഈ ഇവിടുത്തെ പാർട്ടിസിപ്പൻസ്, മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഈ എക്കണോമിക് ഏജൻസും അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം എന്താണ്, ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻസ്, ബ്രോക്കേഴ്സ്, ഡീലേഴ്സ്, ബോറോവേഴ്സ്, ലെൻഡേഴ്സ്, സേവേഴ്സ്, ഇവരൊക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആണ്. അത് മാത്രമല്ല, ഇവർ ഇന്റർലിങ്ക് ചെയ്യുന്നത് ബൈ ലോസ്, അതുപോലെ കോൺട്രാക്ട്സ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഇതുവഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിനാൻഷ്യൽ മാർക്കറ്റില് ഈ പാർട്ടിസിപ്പൻസ് ഒക്കെ ഇന്റർലിങ്ക് ചെയ്യുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റില് ട്രാൻസാക്ഷൻ നടക്കുന്നതിന് കുറെ ലോകളുണ്ട്, അവിടെ കുറെ കോൺട്രാക്റ്റുകൾ ഉണ്ട്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്.
ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ന്യൂ സെക്യൂരിറ്റീസ് സോൾഡ് ഔട്ട് ചെയ്യുന്ന, ഫസ്റ്റ് ടൈം സോൾഡ് ഔട്ട് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ്, അതായത് ഓൾറെഡി ഉള്ള സെക്യൂരിറ്റീസ് സോൾഡ് ഔട്ട് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇനിയുള്ള യൂണിറ്റുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ഒരു യൂണിറ്റ് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ദെൻ അടുത്തത് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ആണ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിന് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം സെക്യൂരിറ്റീസിനെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്താ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ 4 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ടൂൾസ് ആണ് അല്ലെ. അതായത് അവരുടെ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടൂൾസ് എന്ന് പറയുമ്പോൾ അത് മണി ആവാം, കറൻസി ആവാം, അല്ലെങ്കിൽ ബോണ്ട് ആവാം, ഡെറിവേറ്റീവ് ആവാം, ഇക്വിറ്റി ആവാം, കൊമേഴ്ഷ്യൽ പേപ്പർ ആവാം, അങ്ങനെ പല ടൂളുകളും ഉണ്ട്. അതൊക്കെ എന്താണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതുവഴിയാണ്, അതിനെ മുൻനിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇപ്പൊ ബോണ്ട് ആണെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്, ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അത് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഇക്കണോമിക് ട്രാൻസാക്ഷൻ അവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇതുണ്ട്, ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺട്രാക്റ്റിന് ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു കാറിന് ഇപ്പൊ വില പറഞ്ഞിട്ട് ഡെറിവേറ്റീവ്സ് മെയിൻ എന്താണ്, റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു കോൺട്രാക്ട് വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസാക്ഷൻ നടക്കുകയാണ് കൃത്യമായിട്ട്. അപ്പം എന്താണ് ഈ ഫ്ലക്ച്വേഷൻസ്, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും കാര്യമായിട്ട് എന്ത് ചെയ്യില്ല, നമ്മളെ ബാധിക്കില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണ് ഈ ഡെറിവേറ്റീവ്സ് വഴി നടക്കുന്നത്. അപ്പൊ ഒരു കാറിന്റെ എന്താണ് ഡീലിംഗ് ട്രേഡ് നടക്കുകയാണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് വെച്ചിട്ടാണെങ്കിൽ എന്താണ്, ഇത്ര ഒരു ഫോർവേഡിലാണെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്ത് ഇത്ര മാസത്തിനുള്ളിൽ ഇന്ന റേറ്റിന് നമ്മൾ അത് കൈമാറ്റം ചെയ്യും എന്നുള്ള ഒരു ഫോർവേഡ് കോൺട്രാക്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ഇൻട്രസ്റ്റ് റേറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിലും അതുപോലെ തന്നെ നമ്മളെ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടല്ലോ, അതിലൊന്നും വലിയ മാറ്റം വന്നാലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷന്, ഈ ഒരു കാറിന്റെ ട്രാൻസാക്ഷന് അത് ബാധിക്കില്ല. സോ അങ്ങനെയുള്ള എന്താണ് ഈ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്, ഫ്യൂച്ചർ കോൺട്രാക്ട്, സ്വാപ്പ്, ഓപ്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് കോൺട്രാക്റ്റുകൾ ഉണ്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ. സോ അത് എല്ലാം എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ പെടുന്നതാണ്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് മേ ബി എന്താണ് ലംസം ആവാം, അല്ലെങ്കിൽ പീരിയോഡിക് ആവാം. അതിന് ഓരോ ടൈം ലിമിറ്റുകൾ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് അറ്റ് എ ടൈം നടക്കുന്നുണ്ടാവാം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. അതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് എന്തൊക്കെയാണെന്നാണ്. അതായത് ഫിനാൻഷ്യൽ സർവീസസിൽ മെയിൻ ആയിട്ടും ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആണ്. അതായത് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അതിൽ ഉൾപ്പെടും. സോ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിന് എന്തുണ്ട്, ഫിനാൻഷ്യൽ സർവീസസിൽ വലിയൊരു റോൾ ഉണ്ട്. അപ്പൊ അവര് എന്താണ് മെർച്ചന്റ് ബാങ്കിങ്, ലീസിങ്, പർച്ചേസ് ഹയർ ചെയ്യുക, ക്രെഡിറ്റ് റേറ്റിംഗ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്റർമീഡിയറീസ് മെയിൻ ആയിട്ടും, അതായത് ഇപ്പൊ എല്ലാ ആളുകൾക്കും ഇപ്പൊ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് പോകുന്ന, അല്ലെങ്കിൽ ഒരു ലോണ് ബാങ്കിൽ നിന്ന് എടുക്കാൻ പോകുന്ന എല്ലാവർക്കും അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ലോ എന്തൊക്കെയാണ്, അതിന്റെ എന്താണ് മറ്റു പേപ്പർ വർക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ ഫണ്ട് കിട്ടുക, അതിന്റെ റിട്ടേൺ എങ്ങനെയായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ആ ഒരു കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് ഈ ഡീലേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന, അതായത്
എന്താണ് സേവേഴ്സിന്റെയും ബോറോവേഴ്സിന്റെയും ഇടയിൽ എന്താ ഒരു ഗ്യാപ്പ് ഉണ്ടാകും, ഒരു നോളജ് ഗ്യാപ്പ് ഉണ്ടാകും. ആ നോളജ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആര് നിലനിൽക്കുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ മെയിൻ സർവീസ് എന്ന് പറയുന്നത് ബോറോവേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നടക്കുന്ന മെയിൻ ഫിനാൻഷ്യൽ സർവീസസ് എന്തൊക്കെയാണ്? ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സേവിങ്ങിനെ മൊബിലൈസ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് കൂടുതലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ക്യാപിറ്റൽ അലോക്കേഷൻ, ഇപ്പൊ അതായത് ഈ ഫേംസിനൊക്കെ എന്താണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൊക്കെ എന്താണ് ഡയറക്റ്റ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ അലോക്കേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല, ആ ഫണ്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതിന്റെ ഫണ്ട് അലോക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്, ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. ആ ഫണ്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇതും കൂടി നൽകുന്നത്. അപ്പൊ ഇതാണ് ഫിനാൻഷ്യൽ സർവീസസിന്റെ മെയിൻ കീ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ഫെസിലിറ്റേഷനും സേവിങ് മൊബിലൈസേഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ അലോക്കേഷന്, മോണിറ്ററിംഗ്, ഈ കാര്യങ്ങളാണ് അതിന്റെ ഫിനാൻഷ്യൽ സർവീസസിന്റെ മെയിൻ ഫങ്ഷൻസ്. ഇനി ഫിനാൻഷ്യൽ സർവീസസ്, എന്തൊക്കെ തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ളത്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റബിൾ ഫണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്, റിസ്ക് ഫിനാൻസിങ് നടക്കുന്നുണ്ട്. അതുപോലെ മറ്റ് കൺസൾട്ടൻസി സർവീസസ് നമ്മൾ എന്താണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തില് ഫിനാൻഷ്യൽ സർവീസസിൽ പെടും. കൺസൾട്ടൻസി സർവീസ്, ഇപ്പൊ ഒരു പ്രൊജക്ട് വെക്കാണ്, പ്രൊജക്ട് എങ്ങനെ ചെയ്യണം, ആ പ്രൊജക്ടിന്റെ അപ്രൈസൽ എങ്ങനെയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസറി സർവീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സർവീസസിൽ ഉൾപ്പെടുന്നു. ഇനി ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഒക്കെ നമ്മൾ ഔട്ട്ലൈൻ മാത്രം, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ഓരോ യൂണിറ്റുകളും ഈ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി പാർട്ടിസിപ്പൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക് ഏജൻസ് എല്ലാം എന്താണ് ഇവിടെ പാർട്ടിസിപ്പൻസ് ആണ് അല്ലെ, അതായത് ബിസിനസ് ഫേമുകൾ എന്താണ് അവര് ക്യാപിറ്റൽ റൈസ് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റും ബോണ്ട് മാർക്കറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് അവര് ക്യാപിറ്റൽ റൈസ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവര് ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാക്കും അല്ലെ. ദെൻ ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സേവേഴ്സും ബോറോവേഴ്സും തമ്മിൽ അവരുടെ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ബ്രോക്കേഴ്സ്. അതായത് ഈ എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലൊക്കെ മെയിൻ ആയിട്ടും ബ്രോക്കേഴ്സ് ഉണ്ടാകും. അപ്പം അവർക്ക് എന്താണ് കമ്മീഷൻ കിട്ടും, അതാണ് അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രോക്കേഴ്സ് ഉണ്ട്. അതുപോലെ സ്പെക്യുലേറ്റേഴ്സ് ഉണ്ട്. സ്പെക്യുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് അവര് എന്താണ് ബെറ്റ് വെക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഈ ട്രേഡ് നടക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിൽ എന്താണ് സ്പെക്യുലേറ്റേഴ്സ് ആണ്. അവര് എന്താണ് നെക്സ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ എത്രയായിരിക്കും ഫ്യൂച്ചർ പ്രൈസ്, അസറ്റ് എങ്ങനെയായിരിക്കും, അങ്ങനെ എന്താണ് അവര് പ്രഡിക്ഷൻസ് നടത്തിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ് സ്പെക്യുലേറ്റേഴ്സ്. അവരും ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആണ്. ദെൻ ഹെഡ്ജേഴ്സ് ഉണ്ട്. ഹെഡ്ജേഴ്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് ഫിനാൻഷ്യൽ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ആർബിട്രേജേഴ്സ് ഉണ്ട്. ആർബിട്രേജേഴ്സ് എന്ന് പറയുമ്പോൾ പല ഫിനാൻഷ്യൽ മാർക്കറ്റുകളും ഉപയോഗിച്ചിട്ട് പലതരത്തിലും പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന, എല്ലാ മാർക്കറ്റുകളിലെയും പ്രോഫിറ്റിനെ അക്വയർ ചെയ്യുന്ന ഇതിനെയാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, അതിന്റെ മെയിൻ റോളുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. അതായത് എന്താണ് ബോറോവേഴ്സിന്റെ അടുത്ത് നിന്ന് ഹൗസ് ഹോൾഡ് കോർപ്പറേഷൻസ്, പബ്ലിക് സെക്ടേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ എന്ത് ചെയ്യാണ്, സേവിങ് അവർ മൊബിലൈസ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെടുന്നത്. അവരെന്താ ചെയ്യുന്നത്, സേവിങ് മൊബിലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും വേണ്ടുന്ന ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അക്രോസ് എക്കണോമിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്,
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് ഈ മണി സപ്ലൈ മെയിൻ ആയിട്ടും നടക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ന്യൂ പ്രൊജക്ട്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന്, അതുപോലെ പുതിയ പുതിയ എന്റർപ്രണർഷിപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്കണോമിക് ഗ്രോത്തിലേക്കാണ് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ അവർ എന്ത് ചെയ്യാണ്, എക്കണോമിക് ഗ്രോത്തിലേക്കാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഗവൺമെന്റിനും എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്കുകളിൽ നിന്ന് ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, ഗവൺമെന്റിന്റെ മറ്റു ഫംഗ്ഷൻസിനൊക്കെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഒരു എന്താണ് റെഗുലേറ്ററി ബോഡി ആയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അല്ലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഒരു ഏജന്റ് ആയിട്ടും ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവര് വഴിയാണ് ഈ ഫണ്ട് അലോക്കേഷനും ഫണ്ട് ട്രാൻസ്ഫറിങ്ങും, അതായത് ആവശ്യക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ഫണ്ട് എത്തുന്നതും എന്താണ് മറ്റുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് നമ്മുടെ എക്കണോമിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതൊക്കെ ആര് വഴിയാണ്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ്. അതായത് ഇപ്പം നമ്മുടെ ഈ 2008 റിസഷൻ ടൈമിലൊക്കെ ഗവൺമെന്റ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് ഫണ്ട് ഇൻജെക്ട് ചെയ്തത്. അതായത് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവർ വഴിയാകുമ്പോൾ എന്താണ്, കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതുവഴി നടത്തുന്ന എക്കണോമിക് ട്രാൻസാക്ഷന് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടാകും. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, അതായത് ഈ ബാങ്കിങ് വഴിയുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നടക്കുന്ന ട്രാൻസാക്ഷൻ ആണ് കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതുവഴി ഗവൺമെന്റിന് അവരുടെ ടാക്സ് കളക്ഷൻ, അപ്പൊ റെക്കോർഡ് കറക്റ്റ് ആകുമ്പോൾ ടാക്സ് കളക്ഷൻ കറക്റ്റ് ആകും. അതുപോലെ റിസോഴ്സ് അലോക്കേഷൻ കറക്റ്റ് ആവും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവും, അതുവഴി കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഫോസ്റ്ററിങ്ങിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു എക്കണോമിയുടെ പ്ലംബിംഗ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് എക്കണോമിക് ആക്ടിവിറ്റീസ് സ്മൂത്ത് ആയി നടക്കുന്നത് ആരുള്ളത് കൊണ്ടാണ്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ജസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഓരോ ഘടകങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ഫങ്ഷൻസും എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു ചെറിയ 2 ടോപ്പിക് കൂടി ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.